പേടിക്കണ്ട കാശി, പേടിക്കണ്ട. അമ്മ ഇവിടെ ഉണ്ട്. ഇതൊക്കെയാ. ഹലോ ഗൈസ്, അമ്മന്ന് ഹലോ ഗൈസ്, അമ്മന്ന് തേങ്ങ. അമ്മ ഇവിടെ ഉണ്ട്, പേടിക്കണ്ട. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീട്ടിലൊരു ദിവസത്തെ വിശേഷമാണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. വീട്ടിൽ കടിക്കുകയാണെ കറി വെക്കാൻ കിട്ടിയത്. അപ്പം അമ്മ അതൊക്കെ നന്നാക്കുകയാണ്. അമ്മേൻ്റെ കൂടെ കമ്പനി അടിച്ച് വർത്താനം പറഞ്ഞിരിക്കാൻ കേട്ടോ. തുമ്പിയും കാശിക്കുട്ടനും എല്ലാവരും ഉണ്ട്. അതാ കാശിക്കുട്ടൻ കളിക്കാൻ പോവാണ്. വെയിലൊന്നും ഒരു വിഷയമല്ല. ഇവിടെ വാടാ. ഉറുമ്പ് കടിക്കട്ടെ, എമ്പ് കടിക്കട്ടെ. ഒക്കെ അറിയാം, കള്ളത്തരാണ് ചെയ്യണമെന്നൊക്കെ നന്നാക്കി അറിയാം. പക്ഷെ അടി ബ്ലൗസ് കൊടുത്തിട്ട് ഓരോട്ടുണ്ട്. തുമ്പിമോളാണെങ്കിൽ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവളിതാ കാശിൻ്റെ കൂടെ കളിക്കാൻ പോവാണ്. കളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം രണ്ടാളെ എണ്ണ തേപ്പിച്ചൊന്ന് കുളിപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ വെയിൽ വല്ലാണ്ട് ചൂടാവണതിന് മുന്നേ രണ്ടാളും കളിച്ചോട്ടെ. എന്താ രണ്ടാളും കളിക്കാൻ പോയിട്ടുണ്ട്. അമ്മ ഇതാ കടുക്ക നന്നാക്കാൻ കേട്ടോ. ഞങ്ങളിതാ നല്ല വെയിലത്ത് കളിക്കാനായിട്ട് ഇറങ്ങാം. വെയിൽ കാരണം കണ്ട മുറ്റത്തെ പുല്ലൊക്കെ ഉണങ്ങിപ്പോയി. കാശിക്കുട്ടൻ്റെ കൈ കിട്ടണതൊക്കെ ഈ ടാങ്കിലേക്ക് ഇടാണ് കേട്ടോ. വെള്ളം എടുത്തേക്കണ ടാങ്കാണ്. ഇപ്പം വെള്ളം എടുത്ത് വെക്കാനൊന്നും വെള്ളം ഇല്ലാത്തതുകൊണ്ട് കേടായി കിടക്കാണ്. അവനുള്ളതൊക്കെ ഇനിയിപ്പം പെറുക്കി അതിലിടും കേട്ടോ. കാരണം ഇനിയിപ്പോൾ കാശിൻ്റെ മെയിൻ പരിപാടി നനയ്ക്കാനൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടായത് കാരണം കേട്ടോ മുറ്റം ഇങ്ങനെ പച്ചപ്പൊക്കെ പോയി കിടക്കണത്. കാശി, അതൊക്കെ ഓൻ എടുക്കണം അല്ലേ? വിയർത്ത് കുളിച്ച് ചൂടോണ്ട്. പിന്നെ വിളിക്കണേ, ആ വെള്ളത്തിലെല്ലാം എടുത്തെടുക്കാന്. അമ്മ ഒരു ഭാഗത്ത് പെറുക്കി കൂട്ടിയ ചടക്ക മുഴുവൻ അവ എടുത്ത് കൊണ്ടുവന്ന് അത് ആ ടാങ്കിലിടാണ് കേട്ടോ. അപ്പോഴാണ് അത് വെള്ളം കുപ്പി ഒഴിവായത് കിട്ടിയത്. അതിടാൻ വേണ്ടി വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് ഓനെ ഇഷ്ടപ്പെട്ടില്ല. അത് പകുതിയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഇത് അടക്കെടുത്ത് വരണം കേട്ടോ. അമ്മ കണ്ടാലെല്ലാം കേൾക്കും. അതും കൊടുത്ത് ആ ടാങ്കിലിട്ട്. ഇപ്പോൾ ടാങ്ക് ഒരുവിധം നിറയാനായിട്ടുണ്ട് കണ്ടോ. എല്ലാ കല്ലും മുള്ളും ഒക്കെ ഉണ്ട്. പിന്നെ എന്താ ജൂലീനൊക്കെ കുളിപ്പിക്കാനും ഒന്ന് ചൂടല്ല. അപ്പം ഇടയ്ക്ക് ജൂലീനെ കുളിപ്പിക്കുകയൊക്കെ വേണം. കുറച്ചും കൂടി പണിയുണ്ട്. അതൊക്കെ കഴിയട്ടെ. അമ്മ 2-3 തേങ്ങ പൊളിക്കാൻ പറഞ്ഞു. കുറച്ച് കാര്യം തേങ്ങ പൊളിച്ചിട്ട് അതുകൊണ്ട് എന്താ പറയുക കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഇനി കാശിക്കുട്ടനാണെങ്കിൽ ഓരോ തേങ്ങ എടുത്ത് തരണമുണ്ട് കേട്ടോ. അവനെ കൊണ്ട് പൊന്താത്ത വലിയ തേങ്ങയൊക്കെയാണ് കേട്ടോ അവൾ എടുത്ത് തരുന്നത്. പക്ഷെ അത് ഓരോ ഉണക്കത്തേങ്ങ ആയതുകൊണ്ട് എനിക്ക് പൊളിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിന്. ഞാനത് മെല്ലെ താഴെ ഇട്ടിട്ട് വേറൊരു തേങ്ങ അവനെ കൊണ്ട് എടുപ്പിച്ച് നൈസായിട്ട് അതാണ് കേട്ടോ പൊളിക്കണത്. അപ്പോൾ പൊളിച്ച തേങ്ങ അമ്മമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് ആര് അതെടുത്ത് താഴെ ഇടുക എന്നല്ലാണ്ട് അവൻ അതൊന്നും കൊണ്ടു കൊടുക്കുന്നു തോന്നണില്ല. അടുത്ത തേങ്ങ ഇങ്ങനെ എടുത്ത് തരികയാണ്. എന്താ 2-3 തേങ്ങയൊക്കെ അമ്മയ്ക്ക് പൊളിച്ചു കൊടുത്ത്. അപ്പോൾ എൻ്റെ ഏകദേശം ഡ്യൂട്ടിയും കാര്യങ്ങളും കഴിഞ്ഞ് അപ്പോഴാണ് അമ്മ അടുത്ത ഡ്യൂട്ടി പറയണത് കേട്ടോ. നായക്കുട്ടീനെ കുളിപ്പിക്കാനുണ്ടെന്നൊക്കെ അത് നേരത്തെ പറഞ്ഞെങ്കിലും ചെറിയൊരു മടിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ജൂലീനെ കുളിപ്പിക്കാൻ. അപ്പോഴാണ് അപ്പൂസ് പറഞ്ഞത് ഇതാ മതിലിന് മുകളിലൊരു മയിലുണ്ടെന്ന്. അമ്മ രാവിലെ കണ്ടെങ്കിലും എനിക്ക് കാണാൻ പറ്റിയില്ലേനി കേട്ടോ. മയിലിൻ്റെ അടുത്തേക്ക് പോകണം. പക്ഷെ അത് പാറിപ്പോകണോ ഒന്നുമില്ല കേട്ടോ. ആളടുത്ത് ചെന്നിട്ട് അതിനൊരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അടുത്ത് നിന്ന് നന്നാക്കി നോക്കി. അപ്പോഴാണ് അമ്മ പറയുന്നത് കണ്ണിന് കൊത്തുന്നൊക്കെ. അത് കേട്ടപ്പോൾ തുമ്പിക്കാണെങ്കിലും എനിക്കത് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട്. തുമ്പി ബാക്ക് അടിച്ച് നിൽക്കണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കാശിക്ക് അത് സൗണ്ട് ഉണ്ടാക്കിയതാണ്. കാരണം കാശിക്കുട്ടനും പേടിയാണ്. ഞാൻ വല്ലാണ്ട് ഇത്രയും അടുത്തൊന്നും മയിലിനെ കണ്ടിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതിൻ്റെ മുകളിലുള്ള പീലി കുഞ്ഞ് മയിൽപ്പീലിയാണ്. അത് ഞാൻ ഫസ്റ്റ് ടൈം അത്രയും അടുത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അത് ഓരോന്ന് കൊത്തി തിന്നണം, ഓലെടുത്ത് പെറുക്കി തിന്നണം ഒക്കെയാണ്. നല്ല രസമുണ്ട് എനിക്ക് കാണാൻ. ഞാൻ നോക്കിയപ്പോ എന്തോ ഒരു വലിയൊരു സാധനം. ഇത് പെണ്ണാണ്. ആണ് മയിലിന് പീലി ഉണ്ടാവും. ഇതിന് പീലി ഇല്ലല്ലോ. അപ്പൊ ഇത് വരണ്ട് കിച്ചു എന്നെ പേടിപ്പിക്കരുത്. അമ്മ ഇവിടെ ഉണ്ട്, പേടിക്കണ്ട. വാ അമ്മ അടുത്ത് വാ വാ വാ. ഞാൻ ഇത്ര എടുത്തുന്ന ആദ്യമായിട്ടാണ്. കുഞ്ഞു മയിൽപ്പീലി ഇവിടെ കേട്ടോ. ഇവിടെ കുഞ്ഞു മയിൽപ്പീലി. പെണ്ണ് പെണ്ണ് ചെല്ലു തുമ്പി.
അങ്ങനെ പൂതി തീർന്നവരെ മയിലിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്ത് ഞങ്ങൾ മെല്ലെ പോന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളുണ്ട്. മയിൽ അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. ഇപ്പോൾ ജൂലീനെ കുളിപ്പിക്കാൻ അമ്മ പറഞ്ഞു കാരണം ഷാമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ജൂലീനെ കുട്ടി കൊണ്ടൊന്ന് കുളിപ്പിക്കാനിട്ട് അപ്പം മുഖവും കാര്യങ്ങളൊക്കെ നന്നാക്കി കഴുകി കൊടുത്ത് കാശിക്കുട്ടിന് തുമ്പിയൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ജൂലീനെ എന്താ ചെയ്യണമെന്ന്. രണ്ടാളും വല്ലാണ്ട് അടുത്തേക്ക് വരല്ലേ, രണ്ടൊക്കെ നല്ല പേടിയുള്ളതുകൊണ്ട് രണ്ടാളും അടുത്തേക്ക് വരല്ലേ. ജൂലിയാണി നല്ലപോലെ നിന്ന് തരുന്നുണ്ട് കേട്ടോ, ചൂടല്ല ആരായാലും നിന്ന് തരും, അത്രയും ചൂടായതുകൊണ്ട്. അപ്പോൾ ജൂലീനെ നല്ല വൃത്തിയിൽ തേച്ച് കുളിപ്പിക്കുകയാണ് കേട്ടോ. ആളെ നല്ല പതപ്പിച്ച് ഒരത്തി നല്ല വൃത്തിയിൽ കുളിയൊക്കെ കഴിഞ്ഞ് കാശിക്കുട്ട നോക്കി നിൽക്കണം. അങ്ങനെതാ മണ്ണാവാതെ എടുത്തുകൊണ്ടുവന്ന് തുണിയിൽ പൊതിഞ്ഞ് തുണിയിലിട്ട് കൊടുത്താൽ അത് ഒപ്പി ഓളന്നെ നല്ല വൃത്തിയിൽ കുടഞ്ഞൊക്കെ സെറ്റാക്കിക്കോളും കേട്ടോ. കുറച്ച് നേരം ആ തുണിയിൽ കിടന്ന് ഉരുണ്ട് ഒക്കെ ആൾ എന്താ പറയുക ഓള് വേണ്ടതോളം കാര്യങ്ങളൊക്കെ സെറ്റാക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിതാ ഞാനും ഒന്ന് കുളിച്ചാണ്. അമ്മ പറഞ്ഞത് മാമൻ മധുരക്കല്ല് കൊണ്ടുവച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ അതൊന്നും കുറച്ചെടുത്ത് കുടിച്ച് അമ്മ കടുക്ക ഫ്രൈ ഉണ്ടാക്കണ്ടല്ലോ, പിന്നെ ഒന്നും പറയണ്ട, അതിൻ്റെ കൂടെ ടച്ചും ആയല്ലോ. അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയിൽ ഞങ്ങളെല്ലാവരും കുടിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീട്ടിലെ വിശേഷം. അപ്പോൾ ഓക്കെ ബൈ.